എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്ന് തേടുമീൻ കറി വെക്കുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂട്ടത്തിൽ കുറച്ച് വിറകടിക്കുന്നതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. മീൻ കറി വെക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കുടംപുളി കുതിരാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും കൂടി എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം മാത്രമേ പൊടികളിട്ട് കൊടുക്കാവൂ. പൊടികളിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അല്ല നമ്മുടെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഉള്ളിയൊക്കെ വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം എടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കി പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മീനൊക്കെ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കത്തുള്ളൂ. അരപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് ഇപ്പം ഞാൻ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മീനൊക്കെ ഒന്ന് തിളച്ചൊക്കെ മീനൊക്കെ ഇട്ടതിന് ശേഷം തിളച്ചൊക്കെ കഴിയുമ്പം കുരുമുളകിൻ്റെ ഗ്യാസ് ഇല്ല എങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനും അവരവരുടെ എരിവിനും അവരവരുടെ ടേസ്റ്റിനും അനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ അത്യാവശ്യം വേണ്ട പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരപ്പൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനും അതിൻ്റെ തലയും എല്ലാം കൂടിയാണ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം അരപ്പിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ. ഇതിനിടയ്ക്ക് നമ്മൾ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുന്നത് വരെ നമുക്കൊരു അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. മീനിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് അതിൻ്റെ തലയ്ക്കാണ്. അപ്പം ഞാൻ തലയും മീനും എല്ലാം കൂടി ഇട്ടാണ് കറി വെച്ചെടുക്കുന്നത്. രണ്ടായിട്ട് കറി വെച്ചെടുക്കാനുള്ളതില്ലായിരുന്നു. നമ്മൾ ഒന്നിച്ച് കറി വെച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ച് കറി വെച്ചെടുക്കുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുവാണ് ഉപ്പുണ്ടോ എന്ന്. അപ്പോൾ ഇടയ്ക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അതുവരെ വേവിച്ചെടുക്കാം. അതുപോലെ ഇടയ്ക്ക് നമ്മൾ അടപ്പ് മാറ്റി ഉപ്പൊക്കെ നോക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ ഒരു സൈഡിൽ കൂടി നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുമല്ലോ, ആ രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
അതിനുശേഷം പറ്റിയിട്ടില്ല, കറി പറ്റി വന്നിട്ടില്ല. നന്നായിട്ട് പറ്റി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെയുള്ള വലിയ മീനുകളൊക്കെ കറി വെച്ചിട്ട് ഒരു ദിവസമൊക്കെ വെച്ചതിന് ശേഷം കൂട്ടുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോഴേക്കും അതിലേക്ക് ഉപ്പും എരിവും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പം ഞാനിത് രാവിലെ കറി വെച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. ഒരു ദിവസമൊക്കെ ഇരുന്നിട്ട് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കറികളൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കി കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടോ, ഇട്ട് കൊടുക്കണോ എന്ന് നോക്കിയപ്പോൾ എല്ലാം പാകത്തിനായിരുന്നു. ഉപ്പ് പിന്നെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം വീണ്ടും മഴക്കോളൊക്കെ കൊള്ളാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് വിറകൊക്കെ അവിടെ ഉണങ്ങി കിടക്കുന്നത് കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ചൊക്കെ ഒന്ന് വെട്ടി ഒടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം കാലുകൊണ്ട് തന്നെ നമ്മൾ ചവിട്ടി ഒടിക്കുമ്പോൾ നന്നായിട്ട് ഒടിയുന്നുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് ഉണങ്ങിയ വിറകായിരുന്നു. വിറക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആണല്ലോ, എത്ര വിറകിരുന്നാലും വിറക് ഉണങ്ങിക്കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതെന്തായാലും എടുക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചവിട്ടി ഒടിച്ചൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇടയ്ക്ക് ഉച്ചയ്ക്ക് കപ്പലണ്ടി വരുന്നതായിരുന്നു. അപ്പം ഇന്ന് വൈകിട്ടാണ് വന്നത്. അപ്പോൾ കപ്പലണ്ടിക്കാരൻ വന്നപ്പം 2 പൊതി കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒരു പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, അത് ചെത്തി നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ.